അയാൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, എന്ത് സർപ്പക്കാവ്, ഞാനിപ്പോൾ അതിൻ്റെ ഇടപാട് തീർത്തരാന്ന് പറഞ്ഞ് ഒരു മണ്ണുമാന്തി ഒരു സാധനം കൊണ്ടുവന്നിട്ട് സർപ്പക്കാവിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പിടി പിടിച്ച് ഇങ്ങോട്ട് എടുക്കുകയും ഫോൺ വന്നു ഹൈദരാബാദിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സെർബിൾ സ്ട്രോക്ക് ഉണ്ടായിരുന്നു, തളർന്നുപോയെന്ന്. യന്ത്രം അവിടെ വെച്ചിട്ട് അയാൾ തിരിച്ച് ഭാര്യയുടെ അടുത്ത് പോയി. പിന്നെ കേരളത്തിൽ വന്നിട്ടില്ല. ചില ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നാഗക്ഷേത്രമാണ്, ചെല്ലുമ്പം പാമ്പിങ്ങനെ പത്തി വിടർത്തി നിൽക്കുകയാണ്. എന്തിനാമ്മ ഈ പാമ്പിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്തോ ഇത്? അമ്മ പറയും, നീ കണ്ടിട്ടില്ലടാ മൂർക്കം പാമ്പിനെ, ആ മൂർക്കം പാമ്പാ ഇത് എന്ന് പറഞ്ഞ കുട്ടി അപ്പം ഒന്നും മിണ്ടത്തില്ല. അവൻ ഹൈസ്കൂളിൽ കയറുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചു കഴിയുമ്പോൾ പൊട്ടന്മാർ, എൻ്റെ അപ്പനും അമ്മയും വിഡ്ഢികൾ, പാമ്പിനെ ആരാധിക്കുന്ന അപ്പനും അമ്മയും, തലേ വിവരമില്ല എന്നേ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. അപ്പം എന്താണ് ഈ നാഗം എന്ന് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിലല്ലേ കുഞ്ഞിന് മനസ്സിലാവത്തുള്ളൂ. ഒരു പുരുഷനും സ്ത്രീയും ലൈംഗിക വീഴ്ച നടത്തുമ്പോൾ ഭൂമിയിലെ എല്ലാ മനുഷ്യനും മൃഗങ്ങളും ഉണ്ടാവാൻ വേണ്ടി ലൈംഗിക വീഴ്ച വേണം. ആ ലൈംഗിക വീഴ്ചയിൽ പുരുഷൻ്റെ ശരീരം പുറപ്പെടുവിക്കുന്ന ബീജം, ആ ബീജം പാമ്പിൻ്റെ ഷേപ്പാണ്. അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്, തല, അതിൻ്റെ ഒരു വാലുണ്ട്. ഈ ന്യൂക്ലിയസ് ഉള്ള ഈ സ്പേം ചെന്നിട്ട് അമ്മയുടെ ഓവത്തിനകത്ത് കയറി മെർജ് ചെയ്യുമ്പോൾ ഈ വാലിഞ്ഞ് മുറിഞ്ഞു പോരും, തല എവിടെ ഇരിക്കും. സാധാരണ സ്ത്രീകൾക്ക് 10 മുതൽ 16 വരെ ഓവം ഉണ്ടാവും. അതിൽ 5-8 ബലമില്ലാത്തതാണ്. ബലമുള്ള ഒരെണ്ണമാണ് ഈ ഫെർട്ടിലൈസ് ചെയ്യുന്നത്. പുരുഷൻ ലൈംഗിക വീഴ്ചയിൽ 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെ സ്പേം ഉണ്ടാക്കും. ആ 10 ലക്ഷം സ്പേമിൽ 1-2 എണ്ണമേ ഫെർട്ടിലൈസ് ചെയ്യത്തുള്ളൂ. ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഈ 10 ലക്ഷം ഉണ്ടാക്കാൻ. എന്നാലേലും ഒരെണ്ണം ഉണ്ടാവും, ഒരു മനുഷ്യൻ ഭൂമി ജനിച്ചോട്ടെ എന്നാണ്. ആ ജനിക്കാനുള്ള സ്പേം ഒരു പാമ്പിൻ്റെ ഷേപ്പിലാണ്, മൂർക്കം പാമ്പിൻ്റെ ഷേപ്പാണ്. ആ കുട്ടി ഗർഭത്തിൽ ഉരുവാകും. കുട്ടിയുടെ ഷേപ്പ് എന്താണ്? കുട്ടിയുടെ ഷേപ്പ് പാമ്പിൻ്റെ ഷേപ്പാണ്. തലയുണ്ട്, തലയൊട്ടിയും തലച്ചോറുമുള്ള തല, അത് പാമ്പിൻ്റെ തലയാണ്. പിന്നെ നട്ടൽ തൊട്ട് താപ്പോട്ടുള്ളതൊരു വാലാണ്. 89 ദിവസം കഴിഞ്ഞ് ഈ ശരീരത്തിനകത്തോട്ട് കൈയും കാലും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഗർഭപാത്രത്തിൽ നമ്മൾ കിടക്കുന്ന 90 ദിവസവും നമ്മൾ മൂർക്കം പാമ്പിൻ്റെ ഷേപ്പിലാണ് നമ്മുടെ വയറ്റിൽ, അമ്മയുടെ വയറ്റിൽ കിടക്കുന്നത്. ഇനി മനുഷ്യൻ്റെ ജനിതക രഹസ്യം എവിടെയാണുള്ളത്? മനുഷ്യൻ്റെ ജനിതക രഹസ്യം DNA മോളിക്യൂളാണ്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന 2 ശാസ്ത്രജ്ഞന്മാർ 1953 ഇത് കണ്ടുപിടിച്ചു. അഡിനൈൻ, ഗ്വാനൈൻ, തയമിൻ, സൈറ്റോസിൻ, ഈ 4 അമിനോ ആസിഡ് ചേർന്നിട്ട് നമ്മുടെ ജന്മം ഉണ്ടാവുകയാണ്. അപ്പൻ്റെ 23 ക്രോമസോം, അമ്മയുടെ 23 ക്രോമസോം, അത് ചേർന്നിട്ട് 46 ക്രോമസോം ഉള്ള ഒരു കുട്ടി ജനിക്കുകയാണ്. ആ കുട്ടിക്കൊരു കുട്ടി ഉണ്ടാവുമ്പോൾ കൊച്ചുമോനും കൊച്ചുമകൾക്കും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും 11 ക്രോമസോം അതിലുണ്ടാവും. കൊച്ചുമോനൊരു കുട്ടി ജനിക്കുമ്പോൾ പ്രപിതാമഹൻ്റെയും പ്രപിതാമഹികളുടെയും 5.25 ക്രോമസോം ആ കുട്ടിയിലുണ്ടാവും. അങ്ങനെ 800 വർഷം കഴിയുമ്പോൾ, 32 തലമുറകൾ കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്ത അവസാനത്തെ ക്രോമസോമിന് സ്വതന്ത്ര എക്സിസ്റ്റൻസ് ഇല്ലാതാവും. പക്ഷേ ആ ക്രോമസോം ഉണ്ടാക്കപ്പെട്ട ജീനുകൾ വീണ്ടും തുടരും. നമ്മൾക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് സന്തതി പരമ്പര ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ശരീരത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ്റെ അംശമുണ്ടല്ലോ, എത്ര കാലമേ ഭൂമിയിലുണ്ടാവും? ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നു 12,000 വർഷങ്ങൾ, 12,000 years. നിങ്ങൾ ഞാനും മരിച്ച് പട്ടടയിൽ വെച്ച് ഭസ്മമായി കല്ലറയിൽ വെച്ച് പുഴുവരിച്ച് തിന്നെല്ലാം തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയും എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരംശം 12,000 years, 12,000 കൊല്ലം ഭൂമിയിലുണ്ടാവും. അതിൻ്റെ രഹസ്യം എവിടെയാണ്? DNA മോളിക്യൂളാണ്. ആ DNA മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്താണ്? 2 മൂർക്കം പാമ്പ് ഇണ ചേരുന്നതാണ് ഒരു DNA മോളിക്യൂളിൻ്റെ ഷേപ്പ്. മെഡിസിൻ, വൈദ്യശാസ്ത്രം, അതിൻ്റെ സിമ്പിൾ എന്താണ്? ഒരു തൂണിൻ്റെ മുകളിൽ 2 പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞ് കയറുന്നതാണ് മെഡിസിൻ്റെ സിമ്പിൾ. നിങ്ങൾ മെഡിക്കോളിൽ പോയി നോക്കിയിട്ടില്ലേ? പാമ്പ് ഇതിന് മുകളിൽ ചുറ്റിക്കിടക്കാൻ. ഇനി ആ DNA മോളിക്യൂൾ പാമ്പിൻ്റെ ഷേപ്പിൽ ഉണ്ടാവുമ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ നമ്മളാക്കുന്നത്, കോൺഷ്യസ്നസ് ആക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. ആ നെർവസ് സിസ്റ്റം ഷേപ്പ് എന്താണ്? തലച്ചോറെന്ന് പറയുന്ന ഒരു തലയും നട്ടലിനകത്തൂടെ പോകുന്ന സുഷുമ്നയിലൂടെ കടന്നു പോകുന്ന ഒരു വാലും, പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. മൂർക്കം പാമ്പിൻ്റെ ഷേപ്പാണ്. ഇനി നമ്മുടെ ഈ ശരീരത്തിൽ 60,000 ലക്ഷം ന്യൂറോൺസ് ഉണ്ട്.
അതാണ് നമുക്ക് ചിന്തിക്കാൻ ശക്തി തരുന്നത്, ആലോചിക്കാൻ ശക്തി തരുന്നത്, ശരീരത്തിന് ബാലൻസ് തരുന്നത്. ഈ ന്യൂറോണിൻ്റെ ഷേപ്പ് എന്താണ്? ആ ന്യൂറോണിൻ്റെ ഷേപ്പ് ഒരു പാമ്പിൻ്റെ ഷേപ്പാണ്. ന്യൂറോൺ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അത് പാമ്പിൻ്റെ മൂർക്കം പാമ്പിൻ്റെ പത്തിയാണ്. താപ്പോട്ടൊരു വാലുണ്ട്, അത് ഒരു മൂർക്കം പാമ്പിൻ്റെ ഷേപ്പാണ് നമ്മുടെ ന്യൂറോൺ. അപ്പൊ കുട്ടിയെ കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പം പാമ്പിനെ കണ്ട് അയ്യോ അമ്മ ഏതാണ്ട് മൂർക്കം പാമ്പ് ഇരിക്കുന്ന അമ്മേ എന്ന് കുഞ്ഞ് പറയുമ്പം അത് നമ്മുടെ ദേവനാടാ തൊഴുതോടാന്ന് പറഞ്ഞാൽ കുറച്ച് കൊല്ലം 3-4 കൊല്ലം കുഞ്ഞ് തൊഴും. ഹൈസ്കൂളിൽ ചെല്ലുമ്പോൾ പറയും എൻ്റെ അപ്പനും അമ്മയ്ക്ക് വിവരമില്ല, മൂക്കം പാമ്പിനെ ആരാധിക്കുന്നവരാണ് എൻ്റെ അപ്പനും അമ്മയും എന്ന് കുട്ടി പറയും. കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം എന്താണ് ഈ നാഗം, എങ്ങനെയാണ് ഇത് DNA മോളിക്കൂളാവുന്നത്, എങ്ങനെയാണ് ഈ ന്യൂറോണിൻ്റെ ഷേപ്പ് ആവുന്നത്. നിങ്ങൾ ഞാൻ ഉണ്ടായ അപ്പനിൽ നിന്ന് പുറപ്പെട്ട സ്പേം സെക്സ് എന്താന്ന് കുട്ടിക്ക് മനസ്സിലാവുന്ന കാലത്ത് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സ്പേം മൂർക്കം പാമ്പിൻ്റെ ഷേപ്പാണ്. നമ്മൾ ആരാധിക്കുന്ന മൂർക്കം പാമ്പിനെ അല്ല, നമ്മൾ ആരാധിക്കുന്നത് ദ കോൺഷ്യസ്നെസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, ദ എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്, ദ സീക്രട്ട് ഓഫ് ഹെറിഡിറ്റി. അതാണ് ഈ നാഗം. കളിക്കാൻ പോയാലുണ്ടല്ലോ വേറെ എന്തിനോടും കളിക്കാം, നാഗത്തോട് കയറി കളിക്കരുത്, ഒരു രക്ഷയില്ല. അപ്പോൾ പ്രകൃതിയിൽ മാറ്റമുണ്ടാവുന്നു. മരം വെട്ടി ലോകം മുഴുവൻ നശിച്ചാൽ പ്രകൃതി നശിക്കും. മരം വെട്ടരുതടാ കാലാവസ്ഥ മാറുമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ കേൾക്കോ? മനുഷ്യൻ കേൾക്കത്തില്ല. അതിനാ ദൈവം ഉണ്ടടാ മരം വെട്ടരുതെന്ന് പറഞ്ഞാൽ കേൾക്കോ? കേൾക്കത്തില്ല. അതേ നാഗത്തിൻ്റെ കാവാണ്, സർപ്പക്കാവാണ്, ഭയങ്കര പാമ്പുണ്ട് അതിനകത്ത് കേട്ടോ. മനുഷ്യൻ പേടിക്കും, തൊടത്തില്ല സർപ്പക്കാവേ, പേടിയാ. പെരുമ്പാവൂർ ഒരു പട്ടണം നടുക്ക് 2 ഏക്കർ ഒരു കാടാ പെരുമ്പാവൂർ ക്ഷേത്രം. പെരുമ്പാവൂരിലെ ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള സർപ്പക്കാവാണ്, റോഡിൻ്റെ നടുക്ക് 2.5 ഏക്കർ. ഒരുത്തിന് ധൈര്യമുണ്ടോ ആ കാവ് വെട്ടിയിട്ട് അത് റോഡുണ്ടാക്കാൻ? അവിടെ മുനിസിപ്പൽ ചെയർമാൻ ഇല്ലായിരുന്നു, അവിടെ PWD എഞ്ചിനീയർ ഇല്ലായിരുന്നു, മുഖ്യമന്ത്രി ഇല്ലായിരുന്നു. ആ ദേശത്ത് നിന്ന് മുഖ്യമന്ത്രി വന്നില്ലേ നമുക്ക്? ഒറ്റൊരുത്തിന് ധൈര്യമുണ്ടോ ആ സർപ്പക്കാവ് കയറി തൊടാൻ? ധൈര്യമില്ല. അവിടെ നിന്ന് അവിടെ സർപ്പക്കാവല്ലായിരുന്നെങ്കിൽ ആ 2.5 ഏക്കർ വനത്തിൻ്റെ ഒരു പുല്ല് പോലും ഇപ്പം ബാക്കി ഉണ്ടാവില്ലായിരുന്നു, പുല്ല് പോലും. ഇവിടെയാണ് സനാതനധർമ്മത്തിൻ്റെ ആചാരം. ക്ഷേത്രത്തിൽ പോയി നാഗവിഗ്രഹത്തെ തൊഴുത് ആ നാഗത്തിൻ്റെ കാവാണിത്, ഇതിലെ മരം വെട്ടരുത് എന്ന് പറഞ്ഞാൽ ജീവന് പേടിയുള്ളവൻ വെട്ടുകയില്ല. എൻ്റെ പുരടത്തിന് താഴെ ഒരു ചെറിയ സർപ്പക്കാവുണ്ടായിരുന്നു, 5 സെൻറ്റേ ഉള്ളൂ. എൻ്റെ അപ്പൻ്റെ അനിയൻ IG ആണ്, ആന്ധ്രയിൽ IG. അയാൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് എന്ത് സർപ്പക്കാവ്, ഞാനിപ്പോൾ അതിൻ്റെ ഇടപാട് തീർത്തരാന്ന് പറഞ്ഞ് ഒരു മണ്ണുമാന്തി ഒരു സാധനം കൊണ്ടുവന്നിട്ട് സർപ്പക്കാവിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പിടി പിടിച്ച് ഇങ്ങോട്ട് എടുക്കുകയും ഫോൺ വന്നു ഹൈദരാബാദിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സെർബിൾ സ്ട്രോക്ക് ഉണ്ടായിരുന്നു, തളർന്നുപോയെന്ന്. യന്ത്രം അവിടെ വെച്ചിട്ട് അയാൾ തിരിച്ച് ഭാര്യയുടെ അടുത്ത് പോയി. പിന്നെ കേരളത്തിൽ വന്നിട്ടില്ല. അദ്ദേഹം മരിക്കുന്നിട്ട് ഞാൻ ആ സർപ്പക്കാവ് ഉൾപ്പെടെയുള്ള വസ്തു വാങ്ങിച്ച് വീണ്ടും സർപ്പക്കാവാക്കി. സർപ്പക്കാവ് തൊട്ട് കളിച്ചാണ്ടല്ലോ വിവരം അറിയും, സന്തതി വിവരം അറിയും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അപ്പോൾ ആ കാവിൻ്റെ സങ്കല്പം എന്താണ് സർപ്പം എന്ന് കുട്ടിക്ക് നോളജ് ഉണ്ടാവുന്ന കാലത്ത് അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ ആ കുട്ടി ആ ഹിന്ദുമത ആചാരം എന്താണ്, ആ ക്ഷേത്രാചാരം എന്താണ്, എന്തുകൊണ്ടാണ് പാമ്പിന് അവലും പാലും ഒക്കെ കൊടുക്കുന്നത് എന്ന് കുഞ്ഞിന് മനസ്സിലാവും. ഞാനിപ്പോൾ 3 ഉദാഹരണം പറഞ്ഞത് ക്ഷേത്രാചാരത്തിൻ്റെ ഓരോ ക്ഷേത്രത്തിൻ്റെയും ആചാരം പറയുമ്പോൾ വലിയ പ്രയാസമാണ്. അപ്പോൾ പരമശിവൻ്റെ ക്ഷേത്രത്തിലും ഭദ്രകാളിയുടെ ക്ഷേത്രത്തിലും സർപ്പക്ഷേത്രത്തിലും സർപ്പവിഗ്രഹത്തിൻ്റെ മുമ്പിലുള്ള ആചാരങ്ങൾ പറഞ്ഞത് അത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ മാതാപിതാക്കൾ കഴിഞ്ഞിരിക്കണം. അവിടെയാണ് ആചാരം വളരെ കൃത്യമായി ഓരോ ക്ഷേത്രത്തിലും നമ്മൾ പാലിക്കുന്നത്.